ഹലോ മൈ ഡിയർ ഓൾ. ഇന്ന് നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള മഹാരാഷ്ട്രീയൻ ലഞ്ച് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. മഹാരാഷ്ട്രീയൻ ലഞ്ച് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ കറി അവരുടെ ടൈപ്പിലുള്ളതാണ്. പിന്നെ അവർ ബാക്കറി കഴിക്കുന്ന സ്ഥലത്ത് ഞാൻ റൊട്ടി കഴിക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഈ കൂട്ടാനാണ് മഹാരാഷ്ട്രീയൻ ടൈപ്പ് പൂനാക്കാരുടെ കൂട്ടാനാണിത് കേട്ടോ. ഈ പരിപ്പ് കൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊരു അംട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൂട്ടാനാണ്. അംട്ടി എന്ന് പറയുന്നത് ഒരു അമ്പട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കെന്ന് വന്നിട്ടുള്ളതാണ്. അമ്പട്ട് പറഞ്ഞാൽ ഇവിടെ പൊളിയാണെന്ന് അർത്ഥം. പൊളിയുള്ള സാധനങ്ങൾക്കാണ് അമ്പട്ടെന്ന് പറയുക. പരിപ്പ് ഒന്ന് കഴുകിയിട്ട്, തുവരപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകി കുറച്ച് നേരം ഒരു 15 മിനിറ്റ് കുതിരാൻ വെച്ച് പിന്നെ ആ വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം ഒഴിച്ചിട്ടാണ് അടുപ്പത്ത് വെക്കുന്നത് കേട്ടോ. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വന്നപ്പോൾ വേറൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക്, ഉലുവ, ജീരകം ഇട്ട് പൊട്ടിക്കണ്ട. ആദ്യം കടുക് ഇട്ടിട്ട് നന്നായി പൊട്ടട്ടെ കേട്ടോ. നന്നായി പൊട്ടിയതിന് ശേഷം മാത്രം ഉലുവ ഇടാം. ഉലുവ ഇട്ടിട്ട് പിന്നെ ജീരകവും കൂടി ചേർക്കാം. എന്നിട്ടിത് വളരെ സിമ്മിൽ വെക്കണം കേട്ടോ. കാരണം ഇതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാനുള്ളതാണ്. അപ്പോൾ അത് കരിഞ്ഞു പോകരുത്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ പരിപ്പ് വെന്തതും കൂടിയിട്ട് അതിൽ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഇട്ട് തിളപ്പിക്കാം. പിന്നെ ഇതിന് അമ്പട്ടല്ലേ, പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ചൂടുവെള്ളത്തിൽ. അതിന്ന് ആ പുളി കുറച്ചെടുത്തിട്ട് ഇതിൽ ഒഴിക്കണം. പൂന സൈഡിലൊക്കെ പിന്നെ പിഴിപുളിയാണ് ഒഴിച്ച് കണ്ടിട്ടുള്ളത്. ഞാൻ രത്നഗിരിയിൽ പോയ സമയത്ത് അവിടെ പൊക്കം ഇട്ടിട്ടാണ് അവർ അംട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ ഞാൻ വേറെ ഏതോ ഒരു പൾസ് ഇട്ടിട്ടാണ്, പൾസസൊക്കെ ഉപയോഗിച്ചിട്ട് അംട്ടി ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കിയപ്പോൾ ഇവർ പല പരിപ്പുകളും ഉപയോഗിക്കാറുണ്ട്, പൾസസും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇതിൽ കഷ്ണങ്ങളൊന്നും ഇട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഇവരിങ്ങനെ നമ്മൾ പരിപ്പ് പുളി എന്നൊക്കെ പറഞ്ഞ് വെക്കുന്നില്ലേ, അതുപോലെ ഒരു ഇവരുടെ നാട്ടിൽ ഇപ്പോൾ നമ്മളെ നാട്ടിലുള്ള മസാല നമ്മളിടും. ചിലപ്പോൾ നമ്മൾ നാളികേരം അരച്ച് ചേർത്തെന്ന് വരും. ഇവരുടെ നാട്ടിൽ പിന്നെ നാളികേരം കിട്ടാത്ത നാടായതുകൊണ്ട്, നാളികേരം കിട്ടാത്തതല്ല, ഉണ്ടാവാത്ത നാടായതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലും ഇവർ ഉപ്പരയാണ് ഉപയോഗിക്കുക. അതേസമയം രത്നഗിരി സൈഡിലുള്ളവരാണെങ്കിൽ നമ്മുടെ പോലെ നാളികേരം നല്ല ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പുളി നമ്മൾ ആവശ്യത്തിനുള്ള പുളി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചിട്ട് കുറച്ച് പുളി ഉണ്ടായിരിക്കണമല്ലോ ഇത്. എന്നിട്ട് അതൊന്ന് നന്നായി തിളക്കട്ടെ കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിൽ ആവശ്യത്തിനുള്ള വെള്ളവും കൂടിയിട്ട് ചേർക്കുക. ഇത് വെള്ളം പോലെയുള്ള കൂട്ടാനാണ്. ആഴ്ചയിൽ 2-3 ദിവസം ഇവരുടെ വീട്ടുകളിലൊക്കെ ഇത് ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ഒഴിച്ചു കൂട്ടാൻ പോലെ തന്നെ നമ്മൾ പല വിധത്തിലുള്ള ഒഴിച്ചു കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ ഇവർ മാക്സിമം ഈ അംട്ടിയാണ് ഉണ്ടാക്കണം കണ്ടിട്ടുള്ളത് കേട്ടോ, ഒഴിച്ചു കൂട്ടാനായിട്ട്. ബാക്കിയൊക്കെ സെമി സോളിഡ് സ്റ്റേജിലാണ് ഞാൻ കണ്ടിരിക്കുന്നവരുടെ കൂട്ടാനൊക്കെ. പിന്നെ അതിൽ കുറച്ച് ജീരകവും കൊത്തമല്ലിയും കൂടി വറുത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഞാൻ. ഇവരതിന് ചേർക്കുന്നത് ഇവിടെ ഗോഡ മസാല പറഞ്ഞിട്ടൊരു മസാല കിട്ടും, അതാണ്. ഈ ഗോഡ മസാല റെഡിമെയ്ഡാണ് വാങ്ങാൻ കിട്ടുന്ന വെച്ചാൽ അതിൽ അവർ കൊപ്ര ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഫ്രഷ് നാളികേരം യൂസ് ചെയ്ത് ശീലിച്ചവർക്കില്ലേ, കൊപ്ര ചേർത്തിട്ട് അത് ഷെൽഫ് ലൈഫിൽ എത്ര ഇരുന്നിട്ടുണ്ടാവും എന്നറിയില്ലല്ലോ. ആ സമയത്ത് അതിൻ്റെ ഒരു കാറ മണം വരെ അതെനിക്കിഷ്ടമല്ല. അത് കാരണം ഞാൻ ജീരകവും കൊത്തമല്ലിയും കൂടിയിട്ട് വറുത്ത് പൊടിച്ച് ചേർക്കുകയാണ്. പിന്നെ ഒരു 1.5 സ്പൂണ് ഞാൻ ശർക്കര പൊടിയും കൂട്ടിയിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മല്ലിയിലയും കൂടിയിട്ട് അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്ത് നമുക്ക് പാത്രത്തിലേക്ക് ആക്കി മാറ്റാം കേട്ടോ. അത്രയേ ഉള്ളൂ ഇതിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തരണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണണം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ആ കൂട്ടാനും കൂടി ഉണ്ടാക്കാം. കൂട്ടാനല്ല, ഉപ്പേരി കേട്ടോ. വെള്ളമില്ലാതെ ഉണ്ടാക്കണതിന് ഉപ്പേരി എന്നല്ല നമ്മൾ പറയുക പാലക്കാടുകാരൊക്കെ. അപ്പോൾ അതിന് ഞാൻ 2 ഉള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവയുടെ ഇല കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. വേറെ ഒന്നും ചേർക്കണില്ല അതിൽ. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിൽ ജീരകം പൊട്ടിച്ചതിന് ശേഷം
വെളുത്തുള്ളി ഇടും. ഈ വെളുത്തുള്ളി ഒന്ന് നന്നായി മൂത്ത് വരാറാവുന്ന സമയത്ത് നമ്മൾ ഉള്ളി പച്ചമുളക് കീറി വെച്ചതും കൂടിയിട്ട് അതിൽ ചേർക്കുക. പിന്നെ അത് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്തതിന് ശേഷം ഈ ഉലുവയുടെ ഇലയും കൂടിയിട്ട് അതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വയ്ക്കുക. ഇതൊരു 3-4 മിനിറ്റും കൂടെ എടുക്കില്ല വേവാനായിട്ട്, പെട്ടെന്ന് വെന്ത് കിട്ടും. വെന്ത് കഴിഞ്ഞാൽ അടപ്പ് മാറ്റിയിട്ട് അത് ഒന്ന് വെള്ളമൊക്കെ വറ്റാനായിട്ട് വെക്കുക. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ എടുത്ത് ഉപയോഗിക്കുക. അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് ഉള്ളി അധികമായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന് എന്താ വെച്ചാൽ ഈ ഉലുവ ഇലയുണ്ടല്ലോ, അതിപ്പോൾ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. വെന്ത് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഇത് ഒരു പാൻ നിറച്ചിട്ടതാണ്. പക്ഷെ ഇത് വെന്ത് കഴിഞ്ഞാൽ ഒരു 2-3 സ്പൂണേ കാണുള്ളൂ. പിന്നെ നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ, കടിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി ഒന്ന് ഇടണം. അത് കൂടുതലിടുമ്പോൾ അത് കാണും കൂടുതൽ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഉലുവയുടെ ഇലയ്ക്ക് ഒരു കയ്പ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉള്ളി കൂടുതലിടുമ്പോൾ ഈ കയ്പ്പൊന്ന് മാറിക്കിട്ടും. അത്രയേ ഉള്ളൂ.